ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ദേവനാരായണൻ തിരുമേനി ഭാര്യ യശോദയും കൂടി ക്ഷേത്രത്തിലെത്തി ഭഗവാന് മുന്നിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. എൻ്റെ കൃഷ്ണ, ഇത്രയും നാൾ ഭജിച്ചതും പ്രാർത്ഥിച്ചതും പൂജിച്ചതുമൊക്കെ അങ്ങയാണ്. എൻ്റെ ജീവനാണ് എൻ്റെ മകൾ. അവൾക്ക് ഒരാപത്തും വരുത്തരുതേ കണ്ണ. നിന്റെ മുന്നിൽ സ്വന്തം ജീവിതം പോലും അർപ്പിച്ച് പ്രാർത്ഥനയോടെ മുഴുകിയിരുന്നവളാണ് എൻ്റെ മോള്. നിന്നെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും അവളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള എൻ്റെ മോൾക്ക് ഇങ്ങനൊരു വിധി നീ കൊടുത്തല്ലോ. എൻ്റെ മോളെ നീ തിരികെ തന്നില്ല എങ്കിൽ പിന്നെ ഒരു പൂജയും വഴിപാടിനും ഒന്നിനും ഈ ദേവനാരായണൻ ഉണ്ടാവുകയില്ല എന്ന് വിഷമത്തോടെ ദേവനാരായണൻ പറയുന്നത് കേട്ട് യശോദ പറഞ്ഞു, ദേവേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത്? അപ്പോഴേക്കും ദേവനാരായണൻ പറഞ്ഞു, അതെ യശോദെ, ഇത്രയൊക്കെ പരീക്ഷിക്കാൻ എന്ത് തെറ്റാ എൻ്റെ മോള് ചെയ്തത്? അവളും ഒരു മനുഷ്യക്കുഞ്ഞല്ലേ എന്ന് പറഞ്ഞ് വിഷമത്തോടെ ദേവനാരായണൻ പൊട്ടിക്കരഞ്ഞു. അതിനുശേഷം ദേവനാരായണൻ പറഞ്ഞു, ഭഗവാനെ, അറിവില്ലാതെ കൊണ്ട്, വേദന കൊണ്ട്, എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്നോട് പൊറുക്കണേ ഭഗവാനെ എന്ന് പ്രാർത്ഥനയോടെ ദേവനാരായണനും യശോദയും ഇരുന്നു. പിന്നീട് കാണുന്നത് വരുണിനെയും തൻ്റെ പ്രിയപ്പെട്ട അനുജത്തി രാധികയെയും അന്വേഷിച്ചു വരികയാണ് സൂര്യയും ബിജുവും സൂര്യയും കൂടി ആ കാട്ടിലെല്ലായിടത്തും വരുൺ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും സൂര്യയോട് ബിജു ചോദിച്ചു, അല്ലേട്ടാ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യാനാണ്? യാതൊരു അറിവും ഇല്ലല്ലോ അവരെക്കുറിച്ച്. ഇനി എന്ത് ചെയ്യും? നമുക്ക് ഇനി ഈ കാട്ടിൽ അന്വേഷിച്ചിട്ട് മുന്നോട്ട് പോകണോ എന്ന് ചോദിച്ചപ്പോൾ സൂര്യ പറഞ്ഞു, അതെ, എനിക്ക് എൻ്റെ വരുണിനെക്കുറിച്ചും രാധിക മോളെക്കുറിച്ചും എന്തെങ്കിലും അറിഞ്ഞേ പറ്റൂ. അവരെ കണ്ടെത്തിയേ തീരൂ. ഇനി എത്ര വൈകിയാലും ശരി, നമ്മൾ ഈ അന്വേഷണം തുടരും എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബിജു പറഞ്ഞു, ഏട്ടൻ്റെ ശരീരത്തിന് ഇത്രയും ദൂരം നടക്കാനുള്ള ശേഷിയില്ല. ഏട്ടൻ പഴയതുപോലെ ഇപ്പോഴും മരുന്നുകൾ തുടർന്നുകൊണ്ട് ഇരിക്കുന്ന ആളല്ലേ. അപ്പോൾ ഈ ചികിത്സയിലിരിക്കുമ്പോൾ ഏട്ടൻ ഇനിയും ഇത്രയും ദൂരം നടക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സൂര്യ പറഞ്ഞു, എനിക്ക് ഈ കാലുകളും എനിക്ക് ഈ ജീവിതവും തിരിച്ചു തന്നവരെയാടാ ഞാൻ അന്വേഷിക്കുന്നത്. അവരെ എനിക്ക് വേണം. എനിക്ക് അവരെ തിരിച്ചു കൊണ്ടു ചെല്ലണം. അല്ല, ഇപ്പോൾ നമ്മൾ വെറുതെ തിരികെ വീട്ടിലേക്ക് ചെന്നാലും കണിമംഗലത്തെത്തി എന്തു പറയും? അച്ഛനോടും അമ്മയോടും ഞാൻ എന്തു പറയും? എൻ്റെ വരുണിനെയും രാധിക മോളെയും കിട്ടിയില്ലെന്നോ? ഇല്ല, ഒരിക്കലും എനിക്കങ്ങനെ പറയാനാവില്ല എന്ന് പറഞ്ഞ് വിഷമത്തോടെ സൂര്യ പറഞ്ഞു, ബിജു, എന്തായാലും നമ്മൾ അന്വേഷണം തുടരുക തന്നെ ചെയ്യും. അപ്പോഴേക്കും ബിജു പറഞ്ഞു, എനിക്ക് ഭയമൊന്നുമില്ല. ഈ ജീവിതം കണിമംഗലത്തുള്ളവർക്ക് വേണ്ടിയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനുണ്ടാവും ഏട്ടൻ്റെ കൂടെ എന്ന് പറഞ്ഞ് വരുണെ അന്വേഷിച്ച് ബിജുവും സൂര്യയും മുന്നോട്ട് നീങ്ങി. അപ്പോഴേക്കും ശ്യാമയോട് അമൃത പറഞ്ഞു, ശ്യാമേ, ഇനിയും ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട കാര്യമുണ്ടോ? എല്ലാ പോലീസുകാർ പറഞ്ഞത് കേട്ടില്ലേ? ഇനി വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന നേരമാണ്. ആ സമയത്ത് ഇവിടെ നമ്മൾ നിന്നാൽ അത് അപകടമാണ്. നമുക്ക് മടങ്ങിപ്പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ശ്യാമ പറഞ്ഞു, എല്ലാവരും പോയി ശ്യാമേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്യാമ എടത്തിയോട് പറഞ്ഞു, എടത്തി പോയിക്കോ, കാർ എടുത്ത് പോയിക്കോ. പക്ഷേ ഞാൻ വരില്ല. എൻ്റെ മോളെ തിരികെ കിട്ടാതെ ഞാൻ വരില്ല എടത്തി. അല്ലാതെ എനിക്ക് തിരിച്ചു വരാനാവില്ല. എൻ്റെ മോളെ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മോള് വിശ്വസിക്കുന്ന ആ ഈശ്വരൻ എൻ്റെ മോളെ എനിക്ക് തിരിച്ചു തന്നില്ല എങ്കിൽ അവൾ വീണ് പോയ, അവളെ എനിക്ക് നഷ്ടമായ ആ പാറക്കെട്ടിനിടയിൽ നിന്ന് ഞാനും ചാടും. ഞാനും എൻ്റെ ജീവിതം അതോടെ അവസാനിപ്പിക്കും. ഇനി അതല്ല, എൻ്റെ മോളെ എനിക്ക് തിരിച്ചു കിട്ടിയാൽ അവളോടൊപ്പം ഞാൻ ഇനി കഴിയും എന്ന് ആ വിഷമത്തിൽ ശ്യാമ പറയുന്നു. ഉടനെ അമൃത പറഞ്ഞു, ശ്യാമേ, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ പോകാനോ? ഒരിക്കലുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അമൃത എടുത്തി പ്രാർത്ഥിച്ചു, എൻ്റെ ഭഗവാനെ, ഈ സങ്കടം നീ കാണുന്നില്ലേ? നിന്നെ മാത്രം ചിന്തിച്ച്, നിന്നെ മാത്രം പ്രാർത്ഥിച്ച് ഇത്രയും നാൾ ജീവിതം കഴിച്ച ഈ അമ്മയുടെയും മകളുടെയും അവസ്ഥ, ഈ പരീക്ഷണം നിനക്ക് നിർത്തിക്കൂടെ? മോളെ ജീവനോടെ കിട്ടുമെന്നുള്ള ഒരു സൂചനയെങ്കിലും, മോൾക്കൊരാപത്ത് സംഭവിച്ചിട്ടില്ല എന്ന ഒരു സൂചനയെങ്കിലും നൽകിക്കൂടെ ഭഗവാനെ എന്ന് അമൃതയെടുത്ത് ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ആ പുഴയോരത്ത് ഒരു പാറക്കെട്ടിൽ ബോധമറ്റ് കിടക്കുകയാണ് വരുൺ. പെട്ടെന്ന് ആ മലവെള്ള പാച്ചിലങ്ങ് വന്നപ്പോൾ ആ വെള്ളം ഒന്ന് വരുണെ തൊട്ടതും പെട്ടെന്ന് വരുൺ ബോധം വീണ്ടെടുത്തു. ഒരു ഞരക്കം പോലെ വരുൺ കണ്ണുകൾ തുറന്നു. ദേഹത്താകമാനം വല്ലാത്ത വേദനയും കൈകൾക്കെല്ലാം വല്ലാതെ വേദന അനുഭവപ്പെട്ടു. തോളിടിച്ച് വീണതുകൊണ്ട് തോളിനും വല്ലാതെ വേദന തോന്നുകൊണ്ട് വരുൺ ആ പാറക്കെട്ടിൽ നേരെ കിടന്നു.
അതിനുശേഷം പതുക്കെ ആ പാറക്കെട്ടിന് മുകളിലേക്ക് കയറി. അതിന് പിന്നീട് കുറച്ച് നേരത്തേക്ക് തനിക്ക് എന്താ സംഭവിച്ചതെന്നറിയാതെ വരുൺ ആലോചിച്ചു. എന്താ, ഞാൻ എവിടെയാണ് എന്നല്ല. അപ്പോഴാണ് ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നടന്ന സംഭവം വരുണിൻ്റെ ഓർമ്മയിലേക്ക് എത്തിയത്. രാധിക കൊക്കയിലേക്ക് വീണതും രാധികയെ രക്ഷിക്കാനായി വരുൺ എടുത്ത് ചാടിയതും അതോർത്തുകൊണ്ട് വരുൺ വേഗം ചാടി എഴുന്നേറ്റു. ഷാ രാധിക, രാധിക എന്ന് ഉറക്കെ വിളിച്ചു. രാധികയെ എല്ലായിടത്തും വിളിച്ചു നോക്കിയിട്ടും വരുണ് രാധികയെ കണ്ടെത്താൻ കഴിയുന്നില്ല. ആകെ നിരാശനായ വരുൺ ആ പുഴയിലൂടെ വീണ്ടും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എവിടെയെങ്കിലും രാധിക ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ കുറച്ചു നേരം രാധിക എന്ന് വിളിക്കുകയും അതിനുശേഷം പാറക്കെട്ടിന് മുകളിലിരുന്ന് വീണ്ടും രാധികയെ നോക്കുന്നു. അവിടെ എവിടെയെങ്കിലും രാധികയുണ്ടോ എന്ന് എല്ലായിടത്തും പരതി. അതിനുശേഷം വീണ്ടും പതുക്കെ ആ പുഴയ്ക്കെതിരായി വീണ്ടും നീന്തി നീന്തി മുന്നോട്ട് പോകുമ്പോൾ ഒഴുക്കിൽപ്പെട്ട് പതുക്കെ വരുൺ വീണ്ടും ആ വെള്ളപ്പാച്ചിൽ പോകാനൊരുങ്ങുമ്പോൾ ഒരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് വരുൺ വീണ്ടും പിടിച്ചു നിന്നു. അതിനുശേഷം പതിയെ പതിയെ ആ ഒഴുക്കിനെ പ്രതിരോധിച്ച് മുന്നോട്ട് നീങ്ങി. ഈ സമയം സൂര്യയും ബിജുവും വീണ്ടും അവിടുന്ന് രാധികയെയും വരുണിനെയും അന്വേഷിച്ച് ആ കാട്ടിലൂടെ തന്നെ അലയുന്നു. അങ്ങനെ അവർ ഉറക്കെ വിളിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസ് ടീം അതിലെത്തിയത്. ഉടനെ പോലീസ് സംഘം അവിടേക്ക് എത്തി. എസ് ഐ ചോദിച്ചു, അല്ല, നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ, എന്താ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ ഞാൻ വരുണിനെ അന്വേഷിച്ച് വന്നതാണ്, ഞാൻ വരുണിൻ്റെ ചേട്ടനാണ്, അവരെ കണ്ടെത്താതെ ഞാൻ പോവില്ല എന്ന് സൂര്യ അറിയിച്ചു. അത് കേട്ടതും ഉടനെ എസ് ഐ പറഞ്ഞു, അതെ, പറയുന്നൊന്ന് മനസ്സിലാക്കുക, ഇനി ഇത് റിസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെയുള്ളവരെയൊക്കെ ഞങ്ങൾ ഒരു വിധത്തിൽ പറഞ്ഞയച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഇനി നാളെ അന്വേഷണം തുടരാൻ കഴിയുള്ളൂ. ഇനിയും ഇവിടെ നിന്നാൽ കുറച്ചുകൂടി വൈകി കഴിയുമ്പോൾ രാത്രിയിൽ വന്യമൃഗങ്ങളെത്തും. അങ്ങനെ വന്യമൃഗങ്ങൾക്ക് നിങ്ങൾ ഇരയാകേണ്ടി വരും. ഒരു ജീവൻ രക്ഷിക്കാനായിട്ട് ഒരു ജീവന് വേണ്ടി മറ്റൊരു ജീവൻ ബലി കൊടുക്കാൻ ഞങ്ങൾക്കാവില്ല. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയേ തീരൂ എന്ന് പറയുമ്പോൾ, സർ വരുണിനെ എനിക്ക് കണ്ടെത്തണം, വരുണില്ലാതെ എനിക്ക് പോകാനാവില്ല എന്ന് സൂര്യ ബഹളം വയ്ക്കുന്നു. ഉടനെ പോലീസ് പറഞ്ഞു, അതെ, നിങ്ങളോട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? നാളെ എന്തായാലും അന്വേഷണം തുടരും. അവർക്ക് എന്ത് സംഭവിച്ചാലും അത് നമ്മൾ കണ്ടെത്തുകയും ചെയ്യും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് പോകണം, അല്ലാതെ പറ്റില്ല. ഞങ്ങളെ ബലം പ്രയോഗിക്കാൻ ഇടവരുത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ബിജു പറഞ്ഞു, അയ്യോ സാറേ, ഏട്ടൻ വരുണിനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ ഏട്ടൻ പറഞ്ഞതാണ്. സർ, ഞങ്ങൾ പോകാം. ഏട്ടന് സുഖമില്ലാത്ത ആളാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് കാലുകൾ ഒരു ആക്സിഡൻറ്റിൽ കാലുകൾ തളർന്നിരിക്കുകയായിരുന്നു. ഒരു മാസമാകുന്നുള്ളൂ ആ കാലുകൾക്ക് സ്വാധീനം തിരികെ കിട്ടിയിട്ട്. ഇപ്പോഴും ചികിത്സയിലാണ് എന്നറിയിച്ചു. ഇത് കേട്ടതും എസ് ഐ പറഞ്ഞു, എന്നിട്ടാണോ ഈ കാട്ടിലൂടെ ഈ അസമയത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? എത്രയും വേഗം നിങ്ങൾ മടങ്ങിപ്പോകൂ. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് സൂര്യയെയും ബിജുവിനെയും പറഞ്ഞയക്കാൻ പോലീസ് നിർബന്ധം കൂട്ടുന്നു. അപ്പോഴാണ് വരുൺ രാധികയെ അന്വേഷിച്ച് നടക്കുന്നത്. രാധികയെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ആ പുഴയിലൂടെ പോകുമ്പോൾ പുഴയിൽ രാധികയുടെ ഷോള് ആ പുഴയിലെ വെള്ളത്തിൻ്റെ ഓളത്തിൽ അങ്ങനെ ആ ഒഴുക്കിലിങ്ങനെ ഒഴുകി വരുന്നു. വരുണിൻ്റെ കയ്യിലേക്ക് വന്ന് കയറിയ ആ ഷോള് കണ്ടതും രാധിക എന്ന് വിളിച്ച് ആ ഷോള് പതുക്കെ കയ്യിലെടുത്ത് വരുൺ അത് തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അതിനുശേഷം അവിടുന്ന് രാധിക എന്ന് ഉറക്കെ അലറി. ഷോള് കിട്ടിയതുകൊണ്ട് ആ പരിസരത്ത് എവിടെയോ രാധിക ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ വരുൺ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയി. സങ്കടപ്പെട്ടുകൊണ്ട് ആ പാറക്കെട്ടിലിരുന്ന് വരുൺ രാധിക എന്ന് ഉറക്കെ നിലവിളിച്ച് ദൈവത്തോട് പരാതിപ്പെട്ട് നേരെ നോക്കിയതും അവിടെ ഒരു ഒടിഞ്ഞു കിടക്കുന്ന ആ മരത്തിൻ്റെ ചില്ലകളിൽ രാധിക അതിൽ പിടിച്ചു കിടക്കുന്ന കാഴ്ച കണ്ടു. അത് തൻ്റെ രാധികയാണെന്ന് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കിയ വരുൺ രാധിക എന്ന് വിളിച്ച് വേഗം അവിടേക്ക് ഓടിയെത്തി. അവിടെ ഒരു വിധത്തിൽ തപ്പിത്തടഞ്ഞ് ആ തടി കഷ്ണത്തിന് മുകളിലേക്ക് കയറിയതും ആ മരക്കഷ്ണത്തിൽ കയറി വരുൺ രാധികയെ വിളിച്ചു. രാധിക ബോധം കെട്ടിക്കിടക്കുന്നു. മുഖത്തൊക്കെ അവിടെ ഇവിടെയായി ചില മുറിപ്പാടുകളും രക്തം കട്ടകടിച്ച് കിടക്കുന്നു. ഉടനെ വരുൺ വീണ്ടും രാധികയെ വിളിച്ചു. രാധിക പക്ഷേ ബോധം തെളിയാത്തത് കൊണ്ട് വരുൺ രാധികയെ ആ മരച്ചില്ലയിൽ നിന്ന് പതിയെ പതിയെ ദേഹത്ത് കുടുങ്ങിക്കിടന്നിരുന്ന ആ മരച്ചില്ല പതുക്കെ വരുൺ എടുത്തു മാറ്റി. അതിനുശേഷം രാധികയെ ആ പാറക്കെട്ടിലേക്ക് കിടത്തി. പിന്നീട് പതിയെ രാധികയെ തൻ്റെ കയ്യിൽ കോരിയെടുത്ത് പതുക്കെ നടന്ന് വരുൺ രാധികയുമായി ആ പുഴയ്ക്ക് അരികിൽ നിന്ന് കരയിലേക്ക് കയറുന്നു.